ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബ്ലെസ്ഡ് ആർ ദ പീപ്പിൾ ഹൂസ് ഗോഡ് ഈസ് ദ ലോർഡ്. കർത്താവിനെ ദൈവമാക്കിയ ജനം അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ദൈവവചനം പറയുക. ആരാണ് ഈ കർത്താവ്? അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കുരിശുമരണം പ്രാപിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനോട് എഴുതപ്പെട്ടിരിക്കുകയാണ്, ദൈവം അവനെ വീണ്ടും കർത്താവും ക്രിസ്തുവുമാക്കി മാറ്റിയിരിക്കുന്നു. ഗോഡ് ഹാസ് മെയ്ഡ് ഹിം ബോത്ത് ലോർഡ് ആൻഡ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാകുന്ന കർത്താവിനെ ദൈവമായിട്ട് സ്വീകരിച്ച ജനം അനുഗ്രഹിക്കപ്പെട്ടവർ. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ ഒരു വലിയ സത്യം കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ സീരിയലിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒരു വലിയ സത്യം അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ ഇത് 35ാമത്തെ എപ്പിസോഡാണെന്ന് നിങ്ങൾ വായിച്ച് കാണും ടി വിയിൽ. 34 എപ്പിസോഡുകൾ ഈ ഒരു വലിയ സത്യം കേൾക്കാനായിട്ട് ഒരുക്കമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ OM ബുക്സിലൊക്കെ പോയി ഈ 34 എപ്പിസോഡുകൾ ഒന്ന് കൈവശപ്പെടുത്തി നിങ്ങൾ സാവധാനത്തിലിരുന്ന് അത് കേട്ട് ധ്യാനിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇന്ന് ലോകത്തിലുള്ളവർക്ക് ഏറ്റവും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ്. യേശു ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഹൂ ഈസ് ജീസസ്? ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, ക്രിസ്തീയമായ പാരമ്പര്യത്തിൽ ജീവിച്ചു, വളർന്നു, പഠിച്ചു, പഠിപ്പിച്ചു, അനേകരെ ധ്യാനിപ്പിച്ചു ഒക്കെ കഴിഞ്ഞിരുന്ന എൻ്റെ കഴിഞ്ഞ ജീവിതകാലത്തേക്ക് നോക്കുമ്പോൾ യേശു ആരാണെന്നുള്ളത് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത് പടിയായിട്ടായിരുന്നു. ദൈവവചനം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ഒറ്റ നിമിഷം കൊണ്ടല്ല. ഗോഡ് റിവീൽസ് ഹിംസെൽഫ് പ്രോഗ്രസീവ്ലി. അതുപോലെ തന്നെ ഇതിനു മുമ്പ്, വർഷങ്ങൾ മുമ്പ് എന്നെ കേൾക്കുകയും കർത്താവ് എന്നിലൂടെ പ്രഘോഷിച്ച വചനം കേട്ട് ഒരുപാട് നന്മ കൈവന്നു, ഒരുപാട് അതിൻ്റെ വെളിച്ചത്തിൽ എന്നോടുകൂടി ആയിരിക്കുകയൊക്കെ ചെയ്തവർ കർത്താവ് വീണ്ടും വീണ്ടും തന്ന വെളിപാടുകളിലൂടെ കടന്നു പോയപ്പോൾ അതിനോട് സഹകരിക്കാൻ സാധിക്കാതെ പിന്നോക്കം പോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സത്യം മനസ്സിലാക്കണം. യേശു, ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന യേശു, നാളെ എനിക്ക് ആ യേശു ഒരു പുതിയ കാഴ്ചപ്പാട് തരും. നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോയാൽ യേശു എന്നും ഒരു പുതിയ കാഴ്ചപ്പാട് തന്നുകൊണ്ടിരിക്കും. പഴയ നിയമം മുതൽ വായിച്ചാൽ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായത്തിൽ 15ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. എന്നാൽ ആ ഒരു സത്യം ആദ്യം വായിക്കുമ്പോൾ ഒരു പക്ഷേ അത് ആരെക്കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. തുടർച്ചയായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നീങ്ങുമ്പോൾ പടിപടിയായിട്ട് കർത്താവ് യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാലത്തിൻ്റെ തികവിൽ ദൈവദൂതനെ അയച്ച് മറിയത്തിനോടും ഔസേപ്പിനോടും സംസാരിച്ചു. അപ്പോൾ മാത്രമേ യേശു എന്ന പേര് കൊടുത്തുള്ളൂ. എന്നാൽ ആ യേശു ഉൽപ്പത്തി പുസ്തകം മുതലുണ്ട്. പക്ഷെ അത് യേശുവാണെന്ന് വ്യക്തമായിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്.
ഈ സാത്താനോട് പറഞ്ഞു, നീ തകർക്കപ്പെടും എന്ന് ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നവർക്ക് ഒരുപക്ഷെ അതാരാന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. കാരണം ഞാൻ അതിനാളല്ല. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു എളിയ ഉപകരണം. അത് എൻ്റെ അറിവ് നിങ്ങൾക്ക് പങ്കുവെച്ചു തരാനോ എൻ്റെ വെളിപാട് നിങ്ങൾക്ക് തരുവാനോ അല്ല. വെളിപാട് മുഴുവൻ ഇവിടെയുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടതാണ്. ഈ വചനം ആത്മാവാണ്, ജീവനാണ്. ഇത് ദൈവമാണ്. ഈ വചനങ്ങൾ എന്നിലൂടെ കർത്താവ് നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ യേശു ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് എളിമയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് അപ്പസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ 10-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിക്കുക. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ വഴി അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ടു ഹിം ഗിവ് ഓൾ ദ പ്രോഫിറ്റ്സ് വിറ്റ്നസ് that through his name whoever believes in him shall receive remission of sins. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രവാചകന്മാർ വഴി എല്ലാ പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തുന്നത് യേശു എന്ന നാമത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ രക്ഷകനെ പിന്നീട് പ്രവാചകന്മാർ വഴിയും സങ്കീർത്തനങ്ങൾ വഴിയും ഒക്കെ വെളിപ്പെടുത്തുന്നത് യേശു എന്ന നാമമാണ്. അപ്പോൾ അതൊരു പ്രോഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പ്രോഗ്രസീവായിട്ടുള്ള വെളിപാട് കിട്ടുകയുള്ളൂ. അനേകർ ചില മനുഷ്യനിർമ്മിതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മനുഷ്യൻ്റെതായ ഡോക്ട്രിൻസിലും ബുദ്ധിതലത്തിൽ വിശ്വസിച്ച് അവിടെ ഇങ്ങനെ സ്റ്റക്കാണ്. ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാരിലൂടെയും ബന്ധുമിത്രാദികളിലൂടെയും അങ്ങനെ മറ്റ് മേലധ്യക്ഷന്മാരുടെ കൂടെയൊക്കെ കേട്ടിട്ടും പഠിച്ചതും കുഞ്ഞുങ്ങളെ പോലെ യാതൊരു ചോദ്യവും ചെയ്യാതെ അതങ്ങ് വിശ്വസിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അത് അപ്പാടെ വിശ്വസിച്ചു. എന്നാൽ അവരെ വിശ്വസിക്കരുതെന്നോ അവരെ അനുസരിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്. ദൈവവചനപ്രകാരമാണോ പറയുന്നതെന്നുള്ളതാണ്.